മസ്റ്റ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ മിക്കവാറും ചെയ്തു കാണുമായിരിക്കും. മസ്റ്റ് നോട്ട് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ മിക്കവാറും ചെയ്തു കാണില്ലായിരിക്കും. എക്സാമ്പിൾ നോക്കാം. ഹി മസ്റ്റ് ഹാവ് ഗോൺ, അയാൾ മിക്കവാറും പോയി കാണുമായിരിക്കും. ദ എക്സാം മസ്റ്റ് ഹാവ് ബിഗൺ, പരീക്ഷ മിക്കവാറും തുടങ്ങിക്കാണുമായിരിക്കും. ദേ മസ്റ്റ് ഹാവ് ക്ലോസ് ദ ഷോപ്പ്, മിക്കവാറും അവർ കട അടച്ചു കാണുമായിരിക്കും. ഷീ മസ്റ്റ് നോട്ട് ഹാവ് ഹേർഡ് അസ്, അവൾ നമ്മളെ കേട്ടു കാണില്ലായിരിക്കും. ഹി മസ്റ്റ് നോട്ട് ഹാവ് റിട്ടൺ, അവൻ മിക്കവാറും എഴുതി കാണില്ലായിരിക്കും. ഓക്കെ, അപ്പോൾ മസ്റ്റ് നോട്ട് ഹാവ് കഴിഞ്ഞ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ, മസ്റ്റ് ഹാവ് കഴിഞ്ഞ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞാൽ V3 ഫോം. അപ്പൊ നമുക്ക് നോക്കാം. മസ്റ്റ് ഹാവ് ഗോൺ, ഗോൺ എന്നുള്ളത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് അല്ലെ, ഗോയുടെ V3 ഫോം ആണ്. മസ്റ്റ് ഹാവ് ബിഗൺ അല്ലെ, ബിഗിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. മസ്റ്റ് ഹാവ് ക്ലോസ്ഡ്, ക്ലോസിന്റെ V3 ഫോം ആണ് ക്ലോസ്ഡ്. മസ്റ്റ് നോട്ട് ഹാവ് ഹേർഡ് അല്ലെ, അപ്പോൾ ഹിയറിന്റെ V3 ഫോം ആണ് ഹേർഡ്. മസ്റ്റ് നോട്ട് ഹാവ് റിട്ടൺ, റൈറ്റിന്റെ V3 ഫോം ആണ് റിട്ടൺ. ഓക്കെ, അപ്പോൾ സ്ട്രക്ചർ എങ്ങനെയാണ്? ആദ്യം സബ്ജക്റ്റ് വേണം, പിന്നെ മസ്റ്റ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ, അല്ലെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് മസ്റ്റ് നോട്ട് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ.